ഹേ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീച്ചിട്ട് ഞാൻ തലയൊക്കെ നന്നായിട്ട് എളിച്ചെണ്ണയൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എണീക്കുന്നതോടൊപ്പം തന്നെ അതുമോനും എണീച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തൂവി നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുന്നാൾ ദിവസം നമ്മൾ പ്രത്യേകിച്ച് നല്ലോണം എണ്ണ തേച്ചിട്ടാണ് കുളിക്കാറ് നമ്മുടെ വീട്ടിലെല്ലാവരും. നമ്മുടെ എന്നല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാനും മോനുള്ളത് കാരണം തന്നെ നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ പെരുന്നാളിന്. അപ്പോൾ അവനോട് ഞാൻ ഈദ് മുബാറക്ക് പറയുക അതെന്നൊക്കെ പറയുമ്പോൾ അവൻ വേണോ വേണ്ടേ വെച്ചിട്ടൊക്കെ പറയണം. അപ്പോൾ ഞാനിങ്ങനെ സോപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം ഞങ്ങൾ ഞങ്ങൾ ബാത്റൂമിൽ കയറി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് കണ്ണാടി മുന്നിലുള്ള ഷോയാണ്. ഇതാട്ടെ എൻ്റെ പുതിയ നൈറ്റി. എങ്ങനെയുണ്ട്? ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അത് കാരണം തന്നെ എനിക്ക് കുറച്ച് വൈകി. പിന്നെ നീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നേരെ കിച്ചണിലാണ് കേട്ടോ. ഞാനുണ്ട്, ആതൊട്ടിയുണ്ട്. ആതൊട്ടിക്ക് രാവിലെ തന്നെ ബ്രെഡും ജാമും വേണം അല്ലേ. അപ്പം ഞങ്ങളിതാ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ അവന്. പക്ഷേ എൻ്റെ ആദ്യക്കുട്ടി ഈദ് മുബാറക്ക് പറയാം എല്ലാവരോടും. നാണം വന്നു. ഞാൻ ബ്രെഡും ജാമും കഴിക്കണ കുട്ടി. ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വയ്ക്കുകയാണ്. നമ്മൾ ഇന്നലെ നൈറ്റില്ല ഉച്ചക്കൊക്കെ ഫ്രൈ ചെയ്തതാണ്. ഏത് വരണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനത് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഫാസ്റ്റ് സ്പെഷ്യൽ ഡിഷസ് ഒന്നും ഇല്ല. അപ്പം അത് കാരണം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് അപ്പോഴേക്കും ഉമ്മമ്മ അപ്പ വരും, എൻ്റെ അനിയത്തി വൈകിട്ട് വരും. അപ്പം അത് കാരണം നമ്മൾ ചെറിയൊരു ഇത്തിരി ബിരിയാണി വെക്കണം. പിന്നെ വൈകിട്ടേക്ക് ഇത്തിരി മീൻകറി വെക്കണം. പിന്നെ ഇത്തിരി പൊറാട്ട നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് കേട്ടോ. അവളെ വീട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ. പിന്നെ ബീഫ് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാരണം ഞങ്ങൾ ബീഫ് പറഞ്ഞ സംഭവം മേടിച്ചില്ല കേട്ടോ. ചിക്കനാണ് പ്രാവശ്യം മേടിച്ചത്. അപ്പോൾ ഒക്കെ പണിയുള്ള തിരക്കാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്ലിപ്പായിട്ട് ഓരോ പണികളുന്നൊക്കെ കൊടുക്കാം കേട്ടോ. ഒരുവിധം സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവാളൊക്കെ ഇന്ന് രാവിലെ ഇരിഞ്ഞു, ബാക്കി എല്ലാം ഇരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ. ഉമ്മമ്മി വാപ്പി വരുമ്പോഴേക്കും ബിരിയാണിയൊക്കെ തയ്യാറാക്കണം എന്നിട്ട് വിചാരിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലഘൂകരിച്ചുണ്ടാക്കിയത് കാരണം തന്നെ നമ്മൾ എന്താ പറയുക, ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന്, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറേയൊന്നും വ്ളോഗ്സ് ഇടാറില്ല, ഒക്കെ ഷോർട്ട് വീഡിയോസാണ് ഇടാറ്. അപ്പോൾ ഇന്നിങ്ങനെ തോന്നി എടുത്ത് വെച്ച വീഡിയോസൊക്കെ പാടാന്ന് കേട്ടോ. പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ വെച്ചത്. ബിരിയാണി പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമ്മൾ റാവുത്തർ ബിരിയാണി ഇട്ട് വെക്കണം. അത് കാരണം കുറേ ടൈമൊന്നും എടുത്തില്ല. ഞാൻ ഡെയിലി വെക്കുന്ന കാരണം, ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന കാരണം തന്നെ എനിക്കത് വളരെ എളുപ്പമുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട ശേഷം നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എൻ്റെ ബിരിയാണി. ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടേ. ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ അനിയത്തി വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അവൾ തന്നെ ഉള്ളൂ. എൻ്റെ ബാനു, അവൾ 2ാമത്തോളം അവൾ വന്നിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും ആദുട്ടിനെ കൊണ്ട് പുറത്ത് നിർത്തി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. കുറച്ച് ഫോട്ടോസ്. ഇന്നാണ് ആദുട്ടിൻ്റെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ നമ്മളോട് വീട്ടിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പുറത്ത് കടയിൽ വെച്ചായിരുന്നു കട്ടിങ്. വീട്ടിലൊന്നും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ രീതിക്ക് ഒരു കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആദുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ക്ലിപ്പാട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവന് കേക്ക് ഊതി കിടത്താൻ കിട്ടാണ്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചിരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അനിയത്തിൻ്റെ വീട്ടുകാരുള്ള കാരണം തന്നെ എല്ലാവരും വന്നതിന് ശേഷം കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. പിന്നെ കേക്കൊക്കെ അവൻ ഊതിക്കെടുത്തി, കേക്കിൻ്റെ മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്ത ശേഷം നമ്മൾ കേക്കൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്കും അതുപോലെ തന്നെ കുറച്ച് ബിരിയാണിയൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പെരുന്നാളാകുമ്പോൾ എന്നല്ല, ഞങ്ങൾ എന്ത് സ്പെഷ്യൽ വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഇവിടുത്തെ എന്ത് സ്പെഷ്യൽ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അനിയത്തിയും അവനും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. കേക്ക് മുറിച്ചിട്ട് ഒരാൾക്ക് പോലും അവൻ വായിൽ വെച്ച് കൊടുക്കില്ല പറഞ്ഞ് പൊരിഞ്ഞ വാശിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ചില നേരത്തെ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. ആരും വായിൽ വെച്ച് കൊടുക്കാനും സമ്മതിച്ചില്ല, അവനാണ് ആർക്കും വെച്ച് കൊടുക്കാനും നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ എല്ലാ കേക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെല്ലാവർക്കും ഒക്കെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവനൊറ്റയ്ക്ക് അവന് പാത്രത്തിലിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് വേറെ 2-3 പീസ് പാത്രത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ അനിയത്തി അവന് കുഞ്ഞ് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് ടൈപ്പ്. ഇതെന്താ ഇതെന്തത്? എന്റെ കുട്ടിക്ക് എടുക്കാൻ വയ്യേ, വയ്യല്ലോ നാഥ.
സത്യം പറഞ്ഞാൽ ബൊമ്മ അവനെടുത്ത് പൊക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഈ കാട്ടിക്കൂട്ടെന്ന് കണ്ട് നിങ്ങൾ അന്തം വിടണ്ട, വേറെ ഒന്നല്ലേ റീൽസ് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.